ഹലോ, അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന യൂണിറ്റ് 3 ആണ് കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് ഗ്ലാസ് പ്രിസത്തിലൂടെയുള്ള അപവർത്തനാണ്. നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു പ്രിസം, ആ പ്രിസത്തിലോട്ട് സൂര്യപ്രകാശം കടന്നു വരുന്നു, അവിടെ അപവർത്തനം സംഭവിക്കുന്നു. ഗ്ലാസ് പ്രിസത്തിലേക്ക് ലേസർ ബീം ചെരിഞ്ഞു പതിക്കുമ്പോൾ അപവർത്തനം കാരണം പ്രകാശത്തിന്റെ പാതയ്ക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ലേസർ ബീമിന് 2 തവണ അപവർത്തനം സംഭവിക്കുന്നു. ഇതാണ് ഗ്ലാസ് പ്രിസത്തിലൂടെയുള്ള അപവർത്തനം. അടുത്ത ടോപ്പിക്കാണ് സമന്വിത പ്രകാശം. ഒന്നിലേറെ വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന പ്രകാശമാണ് സമന്വിത പ്രകാശം. ഉദാഹരണം, വിബ്ജിയോർ എന്നുള്ള ഒരുപാട് ഘടകവർണ്ണങ്ങൾ ചേർന്നിട്ടാണ് സൂര്യപ്രകാശം ലഭിക്കുന്നത്. അടുത്ത ടോപ്പിക്കാണ് അപവർത്തനത്തിന്റെ തോതും തരംഗദൈർഘ്യവും. വയലറ്റ് കളർ എടുത്തു കഴിഞ്ഞാൽ തരംഗദൈർഘ്യം 380 മുതൽ 440 വരെയാണ്. അതേപോലെ ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് ഈ വർണ്ണങ്ങളുടെ എല്ലാം തരംഗദൈർഘ്യമാണ് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ടാബിളിൽ നിന്നും വ്യക്തമാകുന്നത് ഏറ്റവും കുറവ് തരംഗദൈർഘ്യം വയലറ്റിനും ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം ചുവപ്പിനുമാകുന്നു. വയലറ്റ് വർണ്ണത്തിന് കുറഞ്ഞ തരംഗദൈർഘ്യവും ചുവപ്പ് വർണ്ണത്തിന് കൂടിയ തരംഗദൈർഘ്യവുമാണുള്ളത്. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾക്ക് കൂടിയ അളവിൽ അപവർത്തനം അഥവാ വ്യതിയാനം സംഭവിക്കുന്നു. തരംഗദൈർഘ്യം കൂടിയ വർണ്ണങ്ങൾക്ക് കുറഞ്ഞ അളവിൽ അപവർത്തനം സംഭവിക്കുന്നു. ഇനി അപവർത്തനം ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ്. മാധ്യമത്തിന്റെ അപവർത്തനാങ്കം, പ്രകാശവർണ്ണത്തിന്റെ തരംഗദൈർഘ്യം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു അപവർത്തനം. അടുത്ത ടോപ്പിക്കാണ് പ്രകാശ പ്രകീർണനം. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശത്തിന്റെ പ്രകീർണനം. സ്ക്രീനിൽ കാണുന്ന ഡയഗ്രാം, അതിൽ ഗ്ലാസ് പ്രിസം ഉണ്ട്. ഗ്ലാസ് പ്രിസത്തിലോട്ട് സൂര്യപ്രകാശം വന്ന് തട്ടുന്നു. ഈ സൂര്യപ്രകാശം വിവിധ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്നു. ഈ പ്രതിഭാസത്തിന് പറഞ്ഞ പേരാണ് പ്രകാശ പ്രകീർണനം. ധവള പ്രകാശം ഗ്ലാസ് പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിസത്തിന്റെ 2 അപവർത്തന പ്രതലങ്ങളിലും വെച്ച് പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നു. തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞ വയലറ്റിന് കൂടിയ അളവിലും തരംഗദൈർഘ്യം കൂടിയ ചുവപ്പിന് കുറഞ്ഞ അളവിലും വ്യതിയാനം സംഭവിക്കുന്നു. പ്രകീർണനത്തിന് കാരണം തരംഗദൈർഘ്യത്തിനനുസരിച്ച് വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ വ്യതിയാനം സംഭവിക്കുന്നതാണ് പ്രകീർണനത്തിന് കാരണം. അടുത്തൊരു ടോപ്പിക്കാണ് വർണ്ണരാജി. പ്രകാശത്തിലെ ഘടകങ്ങളുടെ ക്രമമായ വിതരണത്തെ വർണ്ണരാജി എന്ന് പറയുന്നു. ഇപ്പൊ പ്രകാശത്തിലെ വിബ്ജിയോർ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വിബ്ജിയോറിന്റെ ക്രമമായ വിതരണത്തെയാണ് വർണ്ണരാജി എന്ന് പറയുന്നത്. അടുത്ത ഒരു ടോപ്പിക്കാണ് റെയിൻബോ. മഴവില്ലിന്റെ പുറം വക്കിൽ ചുവപ്പ് നിറവും അകത്തെ അരികിൽ വയലറ്റ് നിറവുമായിരിക്കും. മഴവില്ല് എന്നത് സൂര്യന്റെ എതിർ ദിശയിലാണ് എപ്പോഴും ഉണ്ടാകുന്നത്. അടുത്തതാണ് കൃത്രിമ മഴവില്ല്. രാവിലെയോ വൈകുന്നേരമോ സൂര്യന് പുറം തിരിഞ്ഞു നിന്ന് വെള്ളം സ്പ്രേ ചെയ്താൽ മഴവില്ലിന് സമാനമായ ദൃശ്യം കാണാൻ സാധിക്കും. അടുത്ത ഒരു ടോപ്പിക്കാണ് ജലകണികകളിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുന്ന പാത.
ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ജലകണികയിൽ വെച്ച് പ്രകാശരശ്മിക്ക് 2 തവണ അപവർത്തനവും 1 തവണ ആന്തര പ്രതിപതനവും സംഭവിക്കുന്നു. അന്തരീക്ഷത്തിലെ ജലകണികകളിൽ പ്രകാശരശ്മികൾക്കുണ്ടാകുന്ന അപവർത്തനത്തിന്റെയും പ്രകീർണനത്തിന്റെയും ആന്തര പ്രതിപതനത്തിന്റെയും സമന്വിത ഫലമാണ് മഴവിൽ ഉണ്ടാകുന്നത്. അടുത്തൊരു പുതിയ ടോപ്പിക് വർണ്ണങ്ങളുടെ പുനഃസംയോജനം. ചിത്രത്തിൽ കാണുന്നത് പോലെ 2 ഗ്ലാസ് പ്രിസം ഉണ്ട്. അതിൽ ഒന്നാമത്തെ പ്രിസം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ധവള പ്രകാശത്തെ ഘടകവർണ്ണങ്ങളാക്കി മാറ്റുന്നു. രണ്ടാമത്തെ പ്രിസം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഘടകവർണ്ണങ്ങളെ സംയോജിപ്പിച്ച് ധവള പ്രകാശമാക്കി മാറ്റുന്നു. അപ്പോ ധവള പ്രകാശത്തിൽ നിന്നും തുടങ്ങി ധവള പ്രകാശത്തിൽ തന്നെ അവസാനിക്കുന്നു. ഇതാണ് വർണ്ണങ്ങളുടെ പുനഃസംയോജനം. അടുത്ത ടോപ്പിക്കാണ് വൈദ്യുത കാന്തിക സ്പെക്ട്രം, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. വൈദ്യുത കാന്തിക വികിരണങ്ങളുടെ ക്രമമായ വിതരണത്തെ വൈദ്യുത കാന്തിക സ്പെക്ട്രം എന്ന് വിളിക്കുന്നു. അതിലടങ്ങിയിരിക്കുന്ന തരംഗങ്ങളാണ് അടുത്തതായി കാണിച്ചിട്ടുള്ളത്. തരംഗദൈർഘ്യത്തിന്റെ ആരോഹണ ക്രമത്തിലാണ് സ്ക്രീനിൽ കാണുന്നത്. ഒന്നാമത്തെ ഗാമ വികിരണം, എക്സ് വികിരണം, അൾട്രാ വയലറ്റ് വികിരണം, ദൃശ്യപ്രകാശം, ഇൻഫ്രാറെഡ് വികിരണം, മൈക്രോവേവ്, റേഡിയോ തരംഗം. ഇതാണ് വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിൽ അടങ്ങിയിരിക്കുന്ന തരംഗങ്ങൾ. വൈദ്യുത കാന്തിക വികിരണങ്ങൾ ശൂന്യതയിലൂടെ ഒരു സെക്കൻഡിൽ 3×10⁸ മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്നു. സൗര വികിരണങ്ങൾ ശൂന്യതയിലൂടെയും വായുവിലൂടെയും ശരാശരി 15 കോടി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഭൂമിയിലേക്ക് എത്തുന്നത്. വൈദ്യുത വികിരണങ്ങൾക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. സൂര്യരശ്മികളിലെ താപത്തിന് കാരണം ഇൻഫ്രാറെഡ് വികിരണമാണ്. മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് അൾട്രാ വയലറ്റ് വികിരണങ്ങളാണ്. അടുത്തൊരു പുതിയ ടോപ്പിക്കാണ് പ്രാഥമിക വർണ്ണങ്ങൾ. ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങളാണ് പ്രാഥമിക വർണ്ണങ്ങൾ. പ്രാഥമിക വർണ്ണങ്ങൾ ഉപയോഗിച്ച് മറ്റു വർണ്ണങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ മറ്റു വർണ്ണങ്ങൾ ഉപയോഗിച്ച് പ്രാഥമിക വർണ്ണങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. പ്രാഥമിക വർണ്ണ പ്രകാശങ്ങൾ ചേർത്താൽ ധവള പ്രകാശം ലഭിക്കും. അഥവാ ചുവപ്പും പച്ചയും നീലയും കൂടി ചേർന്നാൽ ധവള പ്രകാശം ലഭിക്കും. രണ്ടാമത്തെ വർണ്ണമാണ് ദ്വിതീയ വർണ്ണങ്ങൾ. 2 പ്രാഥമിക വർണ്ണപ്രകാശങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണപ്രകാശമാണ് ദ്വിതീയ വർണ്ണങ്ങൾ. അഥവാ മഞ്ഞ, മജന്ത, സയൻ എന്നിവയാണ് ദ്വിതീയ വർണ്ണങ്ങൾ. ദ്വിതീയ വർണ്ണപ്രകാശങ്ങൾ ചേർന്നാൽ ധവള പ്രകാശം ലഭിക്കും. ഓറഞ്ച് എന്നത് റെഡും യെല്ലോയും ചേർന്നതാണ്. ഗ്രീൻ എന്നത് യെല്ലോയും ബ്ലൂവും ചേർന്നതാണ്. വയലറ്റ് എന്നത് ബ്ലൂ കളറും റെഡും ചേർന്നതാണ്. അഥവാ ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറഞ്ഞ മഞ്ഞ, മജന്ത, സയൻ എന്നീ 3 വർണ്ണങ്ങൾ ചേർന്നാൽ ധവള പ്രകാശം ലഭിക്കുന്നു. മൂന്നാമത്തെ വർണ്ണമാണ് പൂരക വർണ്ണങ്ങൾ. ഒരു ദ്വിതീയ വർണ്ണത്തോട് ഏതു വർണ്ണം ചേരുമ്പോഴാണോ ധവള പ്രകാശം ലഭിക്കുന്നത് ആ വർണ്ണ ജോഡികളാണ് പൂരക വർണ്ണങ്ങൾ. പൂരക ജോഡികൾ ചേർന്നാൽ ധവള പ്രകാശം ലഭിക്കും. അഥവാ മഞ്ഞയും നീലയും ചേർന്നാൽ ധവള പ്രകാശം ലഭിക്കും. അതേപോലെ മഞ്ഞയും പച്ചയും ചേർന്നാലും ധവള പ്രകാശം ലഭിക്കും. സയനും ചുവപ്പും ചേർന്നാലും ധവള പ്രകാശം ലഭിക്കും. സോഡിയം വേപ്പർ ലാമ്പിൽ നിന്നും
ലഭിക്കുന്ന മഞ്ഞ പ്രകാശം സമന്വിത പ്രകാശമല്ല. ഈ മഞ്ഞയിൽ പച്ചയും ചുവപ്പും ഉൾക്കൊള്ളുന്നില്ല. ഇതാണ് സോഡിയം വേപ്പർ ലാമ്പിൽ നിന്ന് ലഭിക്കുന്ന മഞ്ഞ പ്രകാശം സമന്വിത പ്രകാശമല്ല എന്ന് പറയാൻ കാരണം. അടുത്ത ഒരു പുതിയ ടോപ്പിക്കാണ് വീക്ഷണ സ്ഥിരത. നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മുടെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാറ്റിയാലും അതിന്റെ ദൃശ്യാനുഭവം ഏകദേശം 1/16 സെക്കൻഡ് നേരത്തേക്ക് നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കും. ഈ പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. 1/16 സെക്കൻഡ് സമയത്ത് ഒന്നിലധികം ദൃശ്യങ്ങൾ നാം കണ്ടാൽ അവയുടെ എല്ലാം സംയോജിത ദൃശ്യാനുഭവമായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. വീക്ഷണ സ്ഥിരതയ്ക്ക് ഉദാഹരണങ്ങൾ. ഒന്നാമത്തേത്, വേഗത്തിൽ ചുഴറ്റുന്ന തീപ്പന്തത്തിന്റെ പാത വൃത്താകൃതിയിൽ കാണപ്പെടുന്നു. രണ്ടാമത്തേത്, താഴേക്ക് പതിക്കുന്ന മഴത്തുള്ളികൾ ഗ്ലാസ് ദണ്ട് പോലെ കാണപ്പെടുന്നു. വേഗത്തിൽ കറങ്ങുന്ന ഫാനിന്റെ ലീഫുകൾ വേർതിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നു. അതേപോലെ സിനിമാ സ്ക്രീനിൽ നിശ്ചല ദൃശ്യങ്ങളാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിലും ചലിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. ഇതൊക്കെയാണ് വീക്ഷണ സ്ഥിരതയ്ക്ക് ഉദാഹരണങ്ങൾ. അടുത്തൊരു പുതിയ ടോപ്പിക്കാണ് ന്യൂട്ടന്റെ കളർ ഡിസ്ക്. ന്യൂട്ടൻ ഒരു പരീക്ഷണമാണ് ചെയ്തത്. സൂര്യപ്രകാശത്തിലെ വർണ്ണങ്ങളെ അതേ ക്രമത്തിലും അനുപാതത്തിലും ഒരു ഡിസ്കിൽ പെയിന്റ് ചെയ്തെടുത്ത സംവിധാനമാണ് ന്യൂട്ടന്റെ വർണ്ണപമ്പരം. ഈ ഡിസ്ക് വേഗത്തിൽ കറക്കുമ്പോൾ വീക്ഷണ സ്ഥിരത കാരണം ഘടകവർണ്ണങ്ങളെല്ലാം കൂടിച്ചേർന്ന അനുഭവം ഉണ്ടാവുകയും ഡിസ്കിനെ ഏകദേശം വെള്ള നിറമായി തോന്നുകയും ചെയ്യുന്നു. ഇതാണ് ന്യൂട്ടന്റെ കളർ ഡിസ്ക്. അടുത്തൊരു പുതിയ ടോപ്പിക്കാണ് സുതാര്യ വസ്തുക്കളുടെ നിറം. എന്താണ് ഈ സുതാര്യ വസ്തുക്കൾ? പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. എക്സാമ്പിൾ ഗ്ലാസ്, ജലം, ഫിൽറ്റർ പേപ്പർ തുടങ്ങിയവ ഒക്കെ സുതാര്യ വസ്തുക്കളാണ്. ഒരു സുതാര്യ വസ്തു അതിന്റെ നിറമുള്ള വർണ്ണത്തെയും അതിന്റെ ഘടകവർണ്ണങ്ങളെയും മാത്രമേ അതിലൂടെ കടത്തി വിടുകയുള്ളൂ. ബാക്കി വരുന്ന വർണ്ണങ്ങളെ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. ചുവപ്പ് നിറമുള്ള ഫിൽറ്റർ ചുവപ്പ് നിറത്തെ കടത്തിവിടുകയും മറ്റു വർണ്ണങ്ങളെ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. അതേപോലെ നീല ഫിൽറ്ററിലൂടെ പച്ച പ്രകാശം കടത്തിവിടുമ്പോൾ ഫിൽറ്ററിലൂടെ പ്രകാശം വരുന്നില്ല. മഞ്ഞ നിറമുള്ള ഫിൽറ്റർ മഞ്ഞ നിറത്തെയും മഞ്ഞയുടെ ഘടകവർണ്ണങ്ങളായ പച്ചയെയും ചുവപ്പിനെയും ഫിൽറ്ററിലൂടെ കടത്തിവിടുന്നു. മറ്റുള്ള വർണ്ണങ്ങളെ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. സുതാര്യ വസ്തുവിന് നിറമില്ല എങ്കിൽ എല്ലാ വർണ്ണങ്ങളെയും കടത്തിവിടും. അതായത് നിറമില്ലാത്ത ഗ്ലാസിലൂടെ അത് എല്ലാ വർണ്ണത്തെയും കടത്തിവിടുന്നു. ഇനി ഇതിനോടനുബന്ധിച്ചുള്ള കുറച്ച് ഉദാഹരണങ്ങളാണ്. ഫിൽറ്ററിൽ പതിക്കുന്ന പ്രകാശം തന്നിട്ടുണ്ട്, ഫിൽറ്ററിന്റെ നിറം തന്നിട്ടുണ്ട്, കടന്നു പോകുന്ന നിറവും സ്ക്രീനിൽ കാണുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് മജന്ത നിറമുള്ള ഫിൽറ്ററിലൂടെ വിവിധ പ്രകാശങ്ങൾ കടന്നു പോകുന്നു. അപ്പോ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ചുവപ്പാണെങ്കിൽ ചുവപ്പിനെ കടത്തിവിടുന്നു, പച്ചയാണെങ്കിൽ പച്ചയെ കടത്തിവിടുന്നു, നീലയാണെങ്കിൽ നീല നിറം കടന്നു പോകുന്നു. അതേപോലെ മഞ്ഞയാണ് വന്ന് പതിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചുവപ്പിനെ കടത്തിവിടുന്നു. ധവളപ്രകാശമാണ് വന്ന് പതിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചുവപ്പിനെയും നീല എന്നീ വർണ്ണങ്ങളെ കടത്തിവിടുന്നു. അടുത്തത് പുതിയൊരു ടോപ്പിക്കാണ് അധാര്യ വസ്തുക്കളുടെ നിറം.
പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാര്യ വസ്തുക്കൾ. എക്സാമ്പിൾ മരത്തടി, ലോഹങ്ങൾ, പേപ്പർ മുതലായവ. ഒരു വസ്തുവിൽ നിന്ന് ഏതു വർണ്ണമാണോ നമ്മുടെ കണ്ണിൽ പതിക്കുന്നത് ആ നിറത്തിലായിരിക്കും നാം ആ വസ്തുവിനെ കാണുന്നത്. ഒരു അധാര്യ വസ്തു അതിൻ്റെ നിറമുള്ള വർണ്ണത്തെയും അതിൻ്റെ ഘടക വർണ്ണങ്ങളെയും മാത്രമേ പ്രതിപദിക്കുകയുള്ളൂ. മറ്റുള്ള വർണ്ണങ്ങളെ ആഗിരണം ചെയ്യുന്നു. ചുവപ്പ് നിറമുള്ള പൂവ് ചുവപ്പ് നിറത്തെ മാത്രം പ്രതിപദിക്കുന്നു, മറ്റുള്ള വർണ്ണങ്ങളെ ആഗിരണം ചെയ്യുന്നു. മഞ്ഞ നിറമുള്ള പൂവിന് അതിൻ്റെ വർണ്ണമായ മഞ്ഞ നിറത്തെയും മഞ്ഞയുടെ ഘടകവർണ്ണങ്ങളായ പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളെയും പ്രതിപദിക്കാൻ കഴിയും. മഞ്ഞ നിറമുള്ള പൂവിലേക്ക് ചുവപ്പ് പ്രകാശം പതിക്കുമ്പോൾ ചുവപ്പ് പ്രകാശം പ്രതിപദിക്കുന്നു. ചുവപ്പ് മഞ്ഞയുടെ ഘടക വർണ്ണമായതുകൊണ്ടാണ് അത് പ്രതിപദിക്കുന്നത്. അതുകൊണ്ട് പൂവിനെ ചുവന്ന നിറത്തിൽ നാം കാണുന്നു. അടുത്തതായി കൊടുത്തിരിക്കുന്നത് ചില ഉദാഹരണങ്ങളാണ്. വസ്തു നീല കാറാണ് എന്നുണ്ടെങ്കിൽ നീല പ്രകാശത്തിനെ പ്രതിപദിക്കുന്നു. പച്ച നിറത്തിലുള്ള മാങ്ങയാണ് എന്നുണ്ടെങ്കിൽ പച്ച പ്രകാശം പ്രതിപദിക്കുന്നു. വെളുത്ത പത്രമാണ് എന്നുണ്ടെങ്കിൽ അത് വെള്ള കളറിനെ പ്രതിപദിക്കുന്നു. അതേപോലെ ചുവന്ന ആപ്പിൾ ആണ് എന്നുണ്ടെങ്കിൽ ചുവപ്പ് വർണ്ണത്തെയും പ്രതിപദിക്കുന്നു. ഇപ്പോ സ്ക്രീനിൽ കാണുന്നത് വസ്തുക്കളും അതേപോലെ പ്രകാശവും വസ്തുവിനെ നാം കാണുന്ന വർണ്ണവും ആകുന്നു. ചുവന്ന പൂവിൽ ചുവപ്പ് പ്രകാശം വന്ന് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ചുവപ്പ് വർണ്ണത്തിലായിരിക്കും. അതേപോലെയാണ് ബാക്കി എല്ലാ ഉദാഹരണങ്ങളും. അതുപോലെ മജന്ത നിറമുള്ള കളിപ്പാട്ടം, വെള്ള നിറമുള്ള വസ്ത്രം, കറുപ്പ് നിറമുള്ള വസ്ത്രം, ഇതിലൊക്കെ പല പ്രകാശങ്ങളും തട്ടിക്കഴിഞ്ഞാൽ പല വർണ്ണത്തിലുമാണ് നാം വസ്തുവിനെ കാണുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് സ്ക്രീനിൽ നമ്മൾ കാണുന്നത്. അടുത്ത ഒരു ടോപ്പിക്കാണ് വെള്ള നിറവും ഇരുണ്ട നിറവും. വെള്ള നിറം എന്നാൽ എല്ലാ വർണ്ണങ്ങളെയും പ്രതിപദിക്കുന്ന പ്രതലം വെള്ള നിറത്തിൽ കാണപ്പെടുന്നു. ഇരുണ്ട നിറമോ എല്ലാ വർണ്ണങ്ങളെയും ആഗിരണം ചെയ്യുന്ന പ്രതലം ഇരുണ്ട നിറമായി കാണപ്പെടുന്നു. അടുത്ത ഒരു ടോപ്പിക്കാണ് പ്രകാശത്തിന്റെ വിസരണം. മാധ്യമത്തിലെ കണികകളിൽ തട്ടി പ്രകാശത്തിന് സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ് വിസരണം. സൂര്യപ്രകാശം എല്ലായിടത്തും വ്യാപിക്കുന്നതിന് കാരണം വിസരണമാണ്. എന്നാൽ വിസരണവും തരംഗദൈർഘ്യവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾക്ക് വിസരണം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധിക്കില്ല. തരംഗദൈർഘ്യം കൂടിയ വർണ്ണങ്ങൾക്ക് വിസരണം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണങ്ങളായ ചുവപ്പ്, ഓറഞ്ച്, യെല്ലോ എന്നീ വർണ്ണങ്ങൾക്കൊക്കെ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധിക്കുന്നു. അടുത്തൊരു പുതിയ ടോപ്പിക്കാണ് ടിൻഡൽ പ്രഭാവം. ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവയ്ക്ക് വിസരണം സംഭവിക്കുകയും പ്രകാശത്തിന്റെ സഞ്ചാരപാത ദൃശ്യമാവുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസമാണ് ടിൻഡൽ പ്രഭാവം. അടുത്തതായി ടിൻഡൽ പ്രഭാവത്തിന് കുറച്ച് ഉദാഹരണങ്ങൾ പരിചയപ്പെടാം. പുക നിറഞ്ഞ മുറിയിൽ സൂര്യപ്രകാശം കടന്നു വരുമ്പോൾ പ്രകാശകിരണം വ്യക്തമായി കാണപ്പെടുന്നു. മൂടൽ മഞ്ഞുള്ള സമയത്ത് വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് കിരണങ്ങൾ ദൃശ്യമാകുന്നു. പാലിലൂടെ ലേസർ ലൈറ്റ് കടത്തിവിടുമ്പോൾ പ്രകാശത്തിന്റെ പാത കാണുന്നത്. കാടിലൂടെ സൂര്യപ്രകാശം കടന്നു വരുമ്പോൾ പ്രകാശരേഖകൾ കാണുന്നത്.
പൊടി നിറഞ്ഞ വായുവിൽ ടോർച്ച് ലൈറ്റ് തെളിയിക്കുമ്പോൾ പ്രകാശപാത വ്യക്തമായി കാണുന്നത്. സ്റ്റാർച്ച് ലായനി അല്ലെങ്കിൽ സോപ്പ് വെള്ളം വഴി പ്രകാശം കടത്തുമ്പോൾ പ്രകാശം ചിതറുന്നത്. ഇതെല്ലാം ടിൻഡൽ പ്രഭാവത്തിന് ഉദാഹരണങ്ങളാണ്. അടുത്തൊരു ടോപ്പിക്കാണ് ആകാശ നീലിമ. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, നീല എന്നീ വർണ്ണങ്ങൾക്ക് കൂടിയ അളവിൽ വിസരണം സംഭവിക്കുന്നു. ഈ വിസരിത പ്രകാശം ആകാശത്ത് വ്യാപിക്കുന്നത് കൊണ്ടാണ് ഇവയുടെ പരിണിത വർണ്ണത്തിൽ അഥവാ ആകാശത്തിനെ നമ്മൾ നീല കളറായിട്ട് കാണപ്പെടുന്നത്. അടുത്ത ഒരു പുതിയ ടോപ്പിക്കാണ് ഉദയാസ്തമയ സൂര്യന്റെ നിറം. ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. അതിനാൽ തന്നെ ഈ സമയത്ത് തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾക്ക് വിസരണം സംഭവിക്കുകയും ഭൂമിയിലേക്ക് എത്താൻ കഴിയാതെ വരികയും ചെയ്യുന്നു. സൂര്യപ്രകാശത്തിൽ അവശേഷിക്കുന്ന വർണ്ണങ്ങൾക്ക് അഥവാ യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നീ വർണ്ണങ്ങൾക്ക് തരംഗദൈർഘ്യം കൂടുതലായതിനാൽ വിസരണം കുറവായിരിക്കും. അതിനാൽ ഇവക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുകയും ഉദയാസ്തമയ സമയങ്ങളിൽ ഈ വർണ്ണങ്ങൾക്ക് ഭൂമിയിലെത്താൻ കഴിയുകയും ചെയ്യുന്നു. അവശേഷിക്കുന്ന വർണ്ണങ്ങളിൽ പ്രാമുഖ്യം ചുവപ്പ് നിറത്തിനായതിനാലാണ് ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യനെ ചുവപ്പ് നിറത്തിൽ കാണുന്നത്. അടുത്തതായി മറ്റൊരു ടോപ്പിക്കാണ് കടലിന്റെ നീലനിറം. സൂര്യനിൽ നിന്ന് ധവളപ്രകാശം കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ ജലകണികകളിൽ വെച്ച് പ്രകാശത്തിന് വിസരണം സംഭവിക്കുന്നു. തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, നീല എന്നീ വർണ്ണങ്ങൾക്ക് കൂടിയ അളവിൽ വിസരണം സംഭവിക്കുകയും ഈ വർണ്ണങ്ങളുടെ സംയോജിത നിറം കടലിന്റെ ഉപരിതലത്തിൽ വ്യാപിക്കുന്നു. ഇത് കാരണമാണ് കടൽ നീല നിറത്തിൽ കാണപ്പെടുന്നത്. തരംഗദൈർഘ്യം കൂടിയ വർണ്ണങ്ങൾക്ക് അഥവാ റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ എന്നിവയ്ക്ക് വിസരണം കുറവായതിനാൽ ഈ വർണ്ണങ്ങൾ കടലിൽ കൂടുതൽ ആഴത്തിൽ സഞ്ചരിക്കുന്നു. ഇതാണ് കടലിന് നീല നിറം വരാൻ കാരണം. അടുത്ത ഒരു ടോപ്പിക്കാണ് കണ്ണും കാഴ്ചയും. ഒരു വസ്തുവിൽ നിന്നുള്ള പ്രകാശം കണ്ണിലെ കോൺവെക്സ് ലെൻസിലൂടെ കടന്നുപോയി കണ്ണിന്റെ റെറ്റിനയിൽ കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് ആ വസ്തുവിനെ കാണാൻ കഴിയുന്നത്. കണ്ണിലെ സീലിയറി പേശികളുടെ സഹായത്താൽ ലെൻസിന്റെ ഫോക്കസ് ദൂരം കൂട്ടാനോ കുറക്കാനോ കഴിയും. അതിനാൽ വ്യത്യസ്ത അകലങ്ങളിലുള്ള വസ്തുക്കളുടെ പ്രതിബിംബങ്ങൾ റെറ്റിനയിൽ രൂപപ്പെടുത്താൻ കഴിയുന്നു. ലെൻസിന്റെ വക്രത കൂടുമ്പോൾ ഫോക്കസ് ദൂരം കുറയുന്നു. അതേപോലെ ലെൻസിന്റെ പവർ കൂടുകയും ചെയ്യുന്നു. ലെൻസിന്റെ വക്രത കുറയുമ്പോൾ ഫോക്കസ് ദൂരം കൂടുന്നു അഥവാ ലെൻസിന്റെ പവർ കുറയുന്നു. അടുത്തത് കണ്ണിന്റെ സമജ്ഞനക്ഷമത അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ. വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവാണ് കണ്ണിന്റെ സമജ്ഞനക്ഷമത. അടുത്ത രണ്ട് ടോപ്പിക്കാണ് നിയർ പോയിന്റ്, ഫാർ പോയിന്റ്. നിയർ പോയിന്റ് എന്നാൽ ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവിനെ നിയർ പോയിന്റ് എന്ന് പറയുന്നു. ആരോഗ്യമുള്ള ഒരാളുടെ നിയർ പോയിന്റ് 25 സെന്റിമീറ്റർ ആയിരിക്കും. ഫാർ പോയിന്റ് എന്നാൽ ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദുവാണ് ഫാർ പോയിന്റ്. ഈ ദൂരം അനന്തമായി കണക്കാക്കുന്നു. അടുത്തത് വെള്ളയുത്ത്.
പ്രായം കൂടിയവർക്ക് നിയർ പോയിന്റിലേക്കുള്ള അകലം 25 സെന്റിമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും. ഇതിന് കാരണം സീലിയറി പേശികളുടെ ക്ഷമത കുറയുന്നതാണ്. അതായത് അത്തരക്കാർക്ക് പവർ ഓഫ് അക്കോമഡേഷൻ ഉള്ള കഴിവ് കുറവായിരിക്കും. ഇതാണ് വെള്ളയെഴുത്ത്. അടുത്ത ടോപ്പിക് കണ്ണിനെ ബാധിക്കുന്ന വൈകല്യങ്ങൾ. ഒന്നാമത്തെ രോഗമാണ് ദീർഘദൃഷ്ടി, അല്ല എന്നുണ്ടെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ. ചിലർക്ക് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുമെങ്കിലും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയില്ല. കണ്ണിന്റെ ഈ വൈകല്യമാണ് ദീർഘദൃഷ്ടി. ഇത്തരക്കാർക്ക് റെറ്റിനയുടെ പിറകിലായിരിക്കും പ്രകാശം വന്ന് പതിക്കുന്നത്. ആ പതിക്കുന്നതിന്റെ ചിത്രമാണ് സ്ക്രീനിൽ കാണുന്നത്. ദീർഘദൃഷ്ടിക്കുള്ള കാരണങ്ങൾ: നേത്രഗോളത്തിന്റെ വലുപ്പം കുറയുന്നത്, ലെൻസിന്റെ പവർ കുറയുന്നത് അഥവാ ഫോക്കസ് ദൂരം കൂടുന്നത്. ഇനി ഈ അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെ പരിഹരിക്കാം? അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഇത് പരിഹരിക്കാം. ദീർഘദൃഷ്ടിയുള്ള ഒരാളുടെ കണ്ണിന്റെ നിയർ പോയിന്റ് 25 സെന്റിമീറ്ററിൽ കൂടുതലായിരിക്കും. രണ്ടാമത്തെ വൈകല്യമാണ് ഹ്രസ്വദൃഷ്ടി, അല്ല എന്നുണ്ടെങ്കിൽ മയോപ്പിയ. ചിലർക്ക് അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാമെങ്കിലും അകലെയുള്ളവ വ്യക്തമായി കാണാൻ സാധിക്കില്ല. കണ്ണിന്റെ ഈ ന്യൂനതയാണ് ഹ്രസ്വദൃഷ്ടി. ചിത്രം സ്ക്രീനിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഒരാൾക്ക് റെറ്റിനയിലാണ് പ്രകാശം വന്ന് പതിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ രോഗമുള്ള വ്യക്തിക്ക് റെറ്റിനയുടെ മുന്നിലാണ് പ്രകാശം വന്ന് പതിക്കുക. ഇതാണ് ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടിക്കുള്ള കാരണങ്ങൾ: നേത്രഗോളങ്ങളുടെ വലുപ്പം കൂടുന്നത്, ലെൻസിന്റെ പവർ കൂടുന്നത്, അല്ല എന്നുണ്ടെങ്കിൽ ഫോക്കസ് ദൂരം കുറയുന്നത്. ഇനി ഈ വൈകല്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ പരിഹരിക്കാം? അനുയോജ്യമായ പവറുള്ള കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് ഇത് പരിഹരിക്കാം. ഹ്രസ്വദൃഷ്ടിയുള്ള ഒരാളുടെ ഫാർ പോയിന്റ് അനന്തതയിൽ ആയിരിക്കില്ല. കണ്ണിൽ നിന്ന് ഒരു നിശ്ചിത അളവിലായിരിക്കും. ഈ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രകാശ മലിനീകരണം അഥവാ ലൈറ്റ് പൊല്യൂഷൻ. അമിതമായ അളവിലും തീവ്രതയിലും കൃത്രിമ പ്രകാശം സൃഷ്ടിക്കപ്പെടുന്നതിനെയാണ് പ്രകാശ മലിനീകരണം എന്ന് പറയുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ അനാവശ്യമായ പ്രകാശത്തിന്റെ ഉപയോഗമാണ് പ്രകാശ മലിനീകരണം. പ്രകാശ മലിനീകരണത്തിന്റെ അനന്തര ഫലങ്ങൾ: രാത്രി കാലങ്ങളിലെ ഡ്രൈവിംഗിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ആകാശ കാഴ്ച മറക്കുന്നത് മൂലം വാന നിരീക്ഷണം അസാധ്യമാകുന്നു, ഉയർന്ന ഫ്ലാറ്റുകളിലെ പ്രകാശം ദേശാടന പക്ഷികളുടെ ദിശ തെറ്റിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ പ്രകാശ മലിനീകരണം മൂലം ഉണ്ടാകുന്നതാണ്. പ്രകാശ മലിനീകരണം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ: ആവശ്യത്തിന് മാത്രം ലൈറ്റ് ഉപയോഗിക്കുക, ഷീൽഡുള്ള ലൈറ്റുകൾ ഉപയോഗിക്കുക, കുറഞ്ഞ തീവ്രതയുള്ള ബൾബുകൾ തിരഞ്ഞെടുക്കുക, LED ലൈറ്റുകൾ ഉപയോഗിക്കുക, ടൈമർ സെൻസർ ലൈറ്റുകൾ സ്ഥാപിക്കുക, നീല വെളിച്ചം കുറക്കുക, പരസ്യ ബോർഡുകളും അലങ്കാര ലൈറ്റുകളും നിയന്ത്രിക്കുക, ജനങ്ങളിൽ അവബോധം വർദ്ധിപ്പിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പ്രകാശ മലിനീകരണം ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ സാധിക്കും. അതോടുകൂടി മൂന്നാമത്തെ ചാപ്റ്റർ അവസാനിച്ചു. എല്ലാ ടോപ്പിക്കും ഡിസ്കസ് ചെയ്തു. എന്തെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. അടുത്ത
യൂണിറ്റുമായിട്ട് കാണാം. ഓക്കെ, ബൈ.